പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ്. ലബനനിൽ കരയാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ടെലവീവിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച ഇറാൻ ഇസ്രയേലിലേക്ക് 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചു. ആൾനാശമില്ല എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. ഇസ്രയേലിനെ പിന്തുണച്ച് അമേരിക്കയും രംഗത്തുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അശ്വജിത്തും ജിജിൻ ജയപാലും ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അശ്വജിത്ത്, ഇതിപ്പോ തിരിച്ചടിക്കുമെന്നുള്ള ഇസ്രായേലിന്റെ പ്രഖ്യാപനം കൂടി വരുമ്പോൾ അങ്ങനെ തിരിച്ചടി ഉണ്ടായാൽ അതിനേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന്റെ പ്രഖ്യാപനം. സമാധാനം എന്ന് ലോകരാജ്യങ്ങൾക്ക് ഇപ്പോഴാണോ തോന്നിയത് എന്ന് ഇറാന്റെ തിരിച്ചു ചോദിക്കൽ, ഇതെല്ലാം കൂടി എവിടെയും പരിഹരിക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രശ്നത്തിലേക്ക് കടന്നു പോവുകയാണോ? മാധു, നിലവിലെ സാഹചര്യത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് വേണം ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം നമുക്ക് വായിച്ചെടുക്കാൻ. എന്നോടൊപ്പം ജിജിൻ ജയ്പാൽ കൂടിയുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഹിസ്ബുള്ള കൂടെ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. വിശദാംശങ്ങൾ. അതായത് അശ്വത്ത, ഇറാന് പിന്തുണയ്ക്കുന്ന ലെബനനിലുള്ള ഹിസ്ബുള്ള, ഈ ചെങ്കടൽ ഭാഗത്തുള്ള ഹൂത്തികൾ, ഇവരെല്ലാം കൂടി ഇസ്രായേലിന് നേരെ ഒരു ആക്രമണ രീതിയിലേക്ക് പോകുന്നുവെന്ന് വേണം അനുമാനിക്കാൻ. ഈ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. ഈ ആക്രമണത്തിൻ്റെ ഇറാനിൽ നിന്ന് ഇസ്രായേൽ എങ്ങനെയാണ് ആക്രമിച്ചതെന്നുള്ള വിശദാംശം പിന്നീട് വരാം. നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ലെബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തുന്നത്. ആ വ്യോമാക്രമണത്തിന് പ്രതിരോധം എന്ന രീതിയിലാണ് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരു ആക്രമണം നടക്കുന്നത്. അതിനൊപ്പമാണ് ഈ മേഖലയിൽ കൂടി, ഈ കടൽ മേഖലയിൽ കൂടി ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത്യന്തം കലുഷിതമായ സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സമാധാന നീക്കം ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ സാഹചര്യത്തിലില്ല. അമേരിക്കയുടെ നിലപാട് ഈ വിഷയത്തിൽ വളരെ നിർണായകമാണ്. തീർച്ചയായിട്ടും അമേരിക്കയുടെ നിലപാട് തന്നെയാണ് ഒരുപക്ഷെ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ വിപുലപ്പെടുത്തുന്നത്. അതിങ്ങനെയാണ്, അതായത് അമേരിക്ക അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിന് പരിപൂർണ പിന്തുണയെന്ന്. അതായത് അമേരിക്കൻ സൈന്യത്തോട് തന്നെ ഭരണ നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇസ്രായേലി സൈന്യത്തിന് പിന്തുണ നൽകാൻ. അത് തന്നെയാണ് ഈ സാഹചര്യം കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. നമുക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾ കേട്ടുവരാം. Make no mistake, the United States is fully supportive of Israel. And I've been spent the morning and part of the afternoon in the Situation Room, and meeting with my whole national security team and consulting with the Israelis indirectly because, in terms of their impact on us. And the national security team has been, as I said, in constant contact with Israeli officials and their counterparts. അത് തന്നെയാണ്, പരിപൂർണ പിന്തുണയാണ് അമേരിക്ക ഇസ്രായേലിന് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി അറിയേണ്ടത് ഏത് തരത്തിലായിരിക്കും ഇസ്രായേലിന്റെ അടുത്ത നീക്കം എന്നതാണ്. ഇപ്പോൾ ഒടുവിൽ വന്ന വിവരങ്ങൾ പ്രകാരം ഈ ഹൂത്തികളുടെ ആക്രമണവും ഒപ്പം തന്നെ ഹിസ്ബുള്ളയും തിരിച്ചടിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. അത് ശരിയാണെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ ഇനി തിരിച്ചടിച്ച് കൂടുതൽ ശക്തമായ യുദ്ധത്തിലേക്ക് പോകാനായിരിക്കാം അവരുടെ പ്ലാൻ. അതായത് ഒരു കരമാർഗമും ഇറാന് നേരെ ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ കടക്കില്ല. 2500 കിലോമീറ്റർ ദൂരമുണ്ട് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക്. ഇവിടെ ഇറാനിൽ നിന്ന്, ടെഹ്റാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളാണ് അയച്ചത്. 180-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അയച്ചത്. ഈ ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം തന്നെ അയൺ ഡോം ഉപയോഗിച്ച് ഇസ്രായേൽ തടഞ്ഞു. ഒരു കാര്യം കൂടി എടുത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞ വാക്കിനപ്പുറത്തേക്ക് ഒരു ആയുധപരമായ സഹായം കൂടി അമേരിക്ക ഈ ഭാഗത്ത് ഇസ്രായേലിന് ഉറപ്പ് നൽകുന്നു. ഒപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിന് ഒരു ഔദ്യോഗികമായ അത്തരത്തിലുള്ള ഒരു വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടില്ല. അത് വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കുകയും എടുത്തു പറയേണ്ടത് ഇറാന്റെ ഇസ്രായേലിന്റെ നിലവിലെ നിലപാടാണ്. ഞങ്ങളെ അടിച്ചാൽ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഇസ്രായേൽ അത് സംബന്ധിച്ച് വ്യക്തമായി ഒരു ധാരണ ലോകത്തിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്, പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളിലേക്ക്. כמו במתקפת הטילים
גם מאחורי הפיגוע הזה יש יד מכוונת ורצחנית. היא מגיעה מטהרן. הערב איראן שוב תקפה את ישראל במאות טילים. המתקפה הזאת נכשלה. היא סוכלה בזכות מערך ההגנה האווירי של ישראל, שהוא המתקדם ביותר בעולם, ואני מברך את צה"ל על ההישג המרשים. IDF പ്രതികരണമാണ് ഇതിലൊരു രൂക്ഷമായ പ്രതികരണം. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അല്ലേ? അവരുടെ ഭാഗത്ത് നിന്നാണ് കൃത്യമായ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഏത് സമയത്ത് എങ്ങനെ ആക്രമിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഈ പ്രശ്നം, ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ത്യക്കാരെയാണ്, പ്രത്യേകിച്ച് മലയാളികളെ.